പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നും സ്തംഭിച്ചു. പ്രതിപക്ഷത്തിന്റെ കണ്ണിൽ പെടുന്നതിന് മുൻപ് തന്നെ വെറും 6 മിനിറ്റിൽ സംഭവങ്ങൾ അവസാനിപ്പിച്ച് BJP നേതാക്കൾ പാർലമെന്റിൽ നിന്നും സ്ഥലം വിട്ടു. പ്രതിപക്ഷം കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരുന്നിട്ടും അമിത്ഷാ എന്ന ആഭ്യന്തരമന്ത്രി ഇന്നും സഭയിൽ വന്നിട്ടില്ല. വരാനുള്ള ധൈര്യം അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല. ജനങ്ങൾ ജയിപ്പിച്ച് വിട്ടത് പാർലമെന്റിലേക്കാണോ അല്ലെങ്കിൽ കല്യാണം കൂടാൻ വേണ്ടിയാണോ എന്ന് ജനങ്ങൾക്ക് സംശയം ജനിപ്പിച്ച ദിവസങ്ങൾ ആണ് കടന്നുപോയത്. പാർലമെന്റിലേക്ക് വരാതെ 2 ആഴ്ചയായി ഒളിച്ചു നിൽക്കുന്ന ആഭ്യന്തരമന്ത്രി അമിത്ഷായെ ഇന്നലെ കണ്ടവരുണ്ട് ഒരു കല്യാണ സദ്യക്കിടയിൽ. ഇന്നലെ മുംബൈയിൽ ഒരു കല്യാണത്തിന് കണ്ടത് എന്ന് പറഞ്ഞാൽ ശരത് പവാറിൻ്റെ കൊച്ചുമകളുടെ കല്യാണത്തിന് സദ്യയുണ്ണാൻ വന്നിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് വന്നത്. അപ്പോൾ അതിനെല്ലാം പോകാനറിയാം, ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് മാത്രം മിണ്ടാൻ ഭയമാണ്. പ്രതിപക്ഷത്തിന് മുൻപിൽ വരാൻ പേടിയാണെങ്കിലും സദ്യയുണ്ണാൻ എത്തുന്നുണ്ട് എന്നുള്ളതാണ് ചുരുക്കം. ഏതായാലും പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നും സ്തംഭിച്ചിരിക്കുന്നു. 3 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് പ്രതിപക്ഷം എപ്പോഴും കാത്തിരിക്കുന്നു എന്നറിഞ്ഞതോടെയാണ് അമിത്ഷാ സഭയിലെത്താതെ ഇന്നും സ്ഥലം വിട്ടത് എന്നാണ് അറിയുന്നത്. അതായത് അതിലൊന്നാമത്തെ ചോദ്യം, വിദ്യാർത്ഥികൾക്ക് നേരെ പെല്ലറ്റ് ഗൺ ഉപയോഗിക്കാൻ ആര് അനുമതി നൽകിയെന്ന് സർക്കാർ വ്യക്തമാക്കണം. രണ്ടാമത്, സംഭവത്തിൽ പ്രധാനമന്ത്രി മാപ്പ് പറയണം. അതുപോലെ അയോധ്യ സംഭാവന കൊള്ളയിൽ അടിയന്തരമായി ചർച്ച വേണം എന്നീ 3 ആവശ്യങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രതിപക്ഷ പ്രതിഷേധം. ഇതിലൊന്നിന് പോലും മറുപടി പറയാൻ ഈ അമിത്ഷായ്ക്കോ നരേന്ദ്രമോദിക്കോ ഉള്ള ആംബിയർ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. മാത്രമല്ല, അയോധ്യ സംഭാവന കൊള്ളയിൽ ചർച്ച ആവശ്യപ്പെട്ട് പാർലമെന്റിന് മുന്നിലും പ്രതിപക്ഷം പ്രതിഷേധ പ്രകടനം നടത്തിയിരിക്കുന്നു. നമുക്കറിയാം, ഈ വ്യാഴാഴ്ച മറ്റന്നാൾ പാർലമെന്റ് സമ്മേളനം അവസാനിക്കാനിരിക്കുകയാണ്. അതിനിടയിൽ FCRI ഭേദഗതി ബില്ല് സഭയിൽ കൊണ്ടുവരാൻ സർക്കാർ ഒരു നീക്കം നടത്തുന്നതായി പ്രതിപക്ഷത്തിന് വിവരം ലഭിച്ചു. പ്രതിപക്ഷം അറിഞ്ഞു എന്നുള്ള ഭയം കൊണ്ട് തന്നെ ബില്ല് അവതരിപ്പിക്കുന്ന കൃത്യമായ സമയം സർക്കാർ ഇതുവരെ ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല. എന്നാൽ തങ്ങളുടെ കൊക്കിൽ ജീവനുണ്ടെങ്കിൽ ആ ബില്ല് അവതരിപ്പിക്കാൻ സമ്മതിക്കില്ല എന്ന് KC വേണുഗോപാൽ കഴിഞ്ഞ ദിവസം തന്നെ മുന്നറിയിപ്പ് നൽകിയതാണ്. കേരളയെ കേരളമാക്കുന്നതിനുള്ള ഒരു ബില്ലാണ് ഇന്ന് അവതരിപ്പിച്ചത്. കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റൈ ആണ് ആ ബില്ല് അവതരിപ്പിച്ചത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവതരിപ്പിക്കേണ്ടുന്ന ബില്ലാണ് സഹമന്ത്രി അവതരിപ്പിച്ചത്. പ്രതിപക്ഷത്തിൻ്റെ പ്രതിഷേധത്തിനിടയിൽ ചർച്ചകളില്ലാതെയാണ് കേന്ദ്രം ആ ബില്ലിന് അംഗീകാരം നൽകിയത്. അങ്ങനെ അമിത്ഷാ ഓടി രക്ഷപ്പെട്ട ഒരു സഭയിൽ സഹമന്ത്രി അവതരിപ്പിക്കേണ്ടി വന്ന ഒരു ഗതികേടിലാണ് കേന്ദ്ര സർക്കാർ. 6 മിനിറ്റുകൾ കൊണ്ടാണ് നടപടിക്രമങ്ങളെല്ലാം കേന്ദ്രം പൂർത്തിയാക്കിയത്. കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് അംഗങ്ങൾ പോലും ചർച്ചയിൽ പങ്കെടുത്തിട്ടില്ല. മന്ത്രി നിത്യാനന്ദ റായ് തന്നെയാണ് ഇത് സഭയിൽ പറഞ്ഞത്. AICC ജനറൽ സെക്രട്ടറി മലയാളിയായ KC വേണുഗോപാൽ MP പോലും കേരളം ബിൽ ചർച്ചയിൽ പങ്കെടുക്കുന്നില്ല എന്ന് കേന്ദ്രമന്ത്രിമാർ ഒന്നടങ്കം പരാതി പറഞ്ഞുവെങ്കിലും എല്ലാവരും എത്തുന്നതിന് മുൻപും ബില്ല് അവതരിപ്പിച്ച് രക്ഷപ്പെടാനുള്ളൊരു വ്യഗ്രത കേന്ദ്രമന്ത്രിമാർക്ക് പോലും കാണാമായിരുന്നു. ഏതായാലും ഇങ്ങനെ പ്രതിപക്ഷത്തെ ഭയക്കുകയും ആരും കാണാതെ ബില്ല് പോലും മിനിറ്റുകൾക്കുള്ളിൽ പാസാക്കി രക്ഷപ്പെടുകയും ചെയ്യുന്ന ഒരു സർക്കാരിനെ ഈ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ കണ്ടിട്ടില്ല. ജനങ്ങളെ അഭിമുഖീകരിക്കാനുള്ള ഒരു ഭയം എന്ന് മാത്രമല്ല, ഉത്തരം നൽകാതെ ഒളിച്ചിരിക്കേണ്ടി വന്ന മന്ത്രി ആഭ്യന്തരമന്ത്രിയാണ് എന്ന് പറയുമ്പോൾ ഇത് രാജ്യത്തെ ജനങ്ങൾക്ക് മാത്രമല്ല ലോക രാജ്യങ്ങൾക്കിടയിൽ നമ്മുടെ രാജ്യത്തിനു തന്നെ നാണക്കേടാണ്.